നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലൊരു സ്വഭാവമുണ്ട്. എന്താ പറയുക, കുട്ടികളുടെ ഇടയിൽ ഒരു വേർതിരിവാണ്. ഉദാഹരണം പറയാം, നമ്മളെ വീട്ടിൽ ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ മക്കളുണ്ടാവും, ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു റൂമിൽ ജ്യേഷ്ഠൻ്റെ റൂം കുട്ടികളുണ്ടാവും, അനിയൻ്റെ കുട്ടികളുണ്ടാവും, എല്ലാവരും കൂടി ഒരുമിച്ച്. ഈ കൂട്ടുകുടുംബത്തിൽ മിക്കവാറും നമ്മളൊക്കെ ആയിരിക്കും. വൈഫുമാർ ചെറിയൊരു കുത്തിത്തിരിപ്പ് എന്തായാലും എല്ലായിടത്തും അല്ല, ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു സംഭവങ്ങൾ പറയാം. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിൻ്റെ സഹോദരൻ, ഇവർ യുദ്ധത്തിൽ ഭയങ്കര രസകരമായൊരു സംഭവമായിട്ട്. അത് ജഅഫർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോൾ ചെറിയ മക്കളാണ്. ഈ മക്കളെ അബ്ദുള്ള എന്നൊരു മോനുണ്ട്. ഈ അബ്ദുള്ള എന്ന മകൻ പിന്നീട് പറയുന്നുണ്ട്, ഞങ്ങൾ കുട്ടിയാകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, ശരിക്കും പരിഗണിക്കുക എന്നുള്ളത് തങ്ങളൊരു ഭയങ്കര ക്വാളിറ്റിയായിരുന്നു. ഈ മക്കളൊക്കെ മക്കളെ വീട്ടിലേക്ക് കൂട്ടി നോക്കുകയൊക്കെ ചെയ്യും. അതായത് സംഭവം മുത്താപ്പൻ്റെ മോൻ തന്നെയാണ് എങ്കിൽ പോലും ഈ ജഅഫർ റളിയല്ലാഹുവിനോട് സ്നേഹം കൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്ന അത്ര, ഈ വാഹനത്ത് പോവുകയാണെങ്കിൽ എന്നെ മുന്നിലിരുത്തും. ഈ അബ്ദുല്ലാഹിബിൻ ജഅഫർ, അതായത് ജഅഫർ റളിയല്ലാഹുവിൻ്റെ മകൻ പറയാം, എന്നെ വണ്ടിന് മുന്നിലിരുത്തും. എന്നിട്ട് കുറച്ച് ആര് വരും, ഹസൻ ഹുസൈൻ ആരെങ്കിലും വരും, ഓരോ ബാക്കിലിരുത്തും. ഈ കൂട്ടുകുടുംബത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ചില ശീലങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു സൊല്യൂഷൻ തങ്ങൾ പറഞ്ഞു. നമ്മളെന്താ ചെയ്യുക, നല്ലൊരു സാധനം കൊണ്ടുവന്നാൽ ആരും കാണാതെ മാറ്റി വെച്ച് നമ്മളെ കുട്ടികൾക്ക് മാത്രം കൊടുക്കും. എല്ലായിടത്തും അല്ല, അങ്ങനെ ചെയ്യുന്ന വീടില്ലേ? ആലോചിച്ച് തങ്ങൾക്ക് തങ്ങളെ പേരക്കുട്ടിയെ ബാക്കിലിരുത്തിയിട്ട് ഉപ്പയില്ലാത്ത യതീമായ ഒരു കുട്ടിയെ പരിഗണിച്ചിട്ട് ആ കുട്ടിയെ വണ്ടിന് മുന്നിലിരുത്തുന്നു. ഇങ്ങനെ പരിഗണിക്കേണ്ടവർ പരിഗണിക്കുന്ന നല്ല സ്വഭാവം തങ്ങൾക്കുണ്ടായിരുന്നു.